ഇവിടുത്തെ വിഭവങ്ങൾ നമുക്ക് ചൂഷണം ചെയ്യാനോ അധികമായി ഉപയോഗിക്കാനോ ഉള്ളതല്ല. മരങ്ങൾ അമിതമായി വെട്ടിമുറിച്ചു നീക്കം ചെയ്യാനുള്ളതല്ല. പക്ഷികളും പറവകളും അമിതമായി വേട്ടയാടപ്പെടാനുള്ളതല്ല. വനങ്ങൾ നമുക്ക് കയ്യേറാനുള്ളതല്ല. കടലുകൾ നമുക്ക് നികത്തിയെടുക്കാനുള്ളതല്ല. തണ്ണീർത്തടങ്ങളും വെള്ളവും നമുക്ക് മലിനമാക്കാനുള്ളതല്ല എന്നൊക്കെ മനുഷ്യൻ ആലോചിച്ചു തുടങ്ങിയത് അതിന്റെ ഗൗരവമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഒരു ബോധമുണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത് പോലെ വിശാലമായി എല്ലാവരിലേക്കും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളും പ്രബോധനങ്ങളും അതുമായി ബന്ധപ്പെട്ട അവബോധ സദസ്സുകളുമൊക്കെയും ലോകത്തുണ്ടായത്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ. എത്ര മനോഹരമായിട്ടാണ് പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിസ്ഥിതിയോടുള്ള നമ്മുടെ കടപ്പാടുകളെ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മതം എത്ര കൃത്യമായിട്ടാണ് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞത്. മനുഷ്യനെ അള്ളാഹു തആല പറഞ്ഞയച്ചത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നത്. അപ്പോൾ മനുഷ്യന്റെ ഉത്തരവാദിത്തം വലുതാണ്. തങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം. നമ്മൾ നോക്കൂ, ആരാണ് കാടുകളെ നശിപ്പിക്കുന്നത്? കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയുമല്ല. കാടിനെ നശിപ്പിക്കുന്നത് കാട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന, നമ്മൾ ബുദ്ധിയില്ല എന്ന് പറയുന്ന, യാതൊരു മാറ്റവും ഇല്ല, മനുഷ്യനിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു പുരോഗമനവും ഇല്ല, കണ്ട സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കണ്ട സ്ഥലത്ത് അതിന്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ജീവികൾ, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ജീവികൾ വസിക്കുന്ന കാടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ചെല്ലൂ. എത്ര മനോഹരമാണ് കാട്. അതിനെ നശിപ്പിച്ചു കളയുന്നത് ആരാണത്? മനുഷ്യനാണ്. എല്ലാവർക്കും അറിയാം. കടലിനെ നശിപ്പിച്ചു കളയുന്നത് കടലിന്റെ ഉള്ളിലുള്ള കോടാനകോടി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജീവജാലങ്ങളൊന്നുമല്ല. കടലിന്റെ ഉള്ളിൽ വസിക്കുന്ന ജീവികൾ കടലിനെ നശിപ്പിക്കുന്നില്ല. ഈ കടലിനെയും നശിപ്പിക്കുന്നത് മനുഷ്യനാണ്. എല്ലാ വിഭവങ്ങളെയും, തണ്ണീർത്തടങ്ങളെയും വെള്ളത്തെയും മരത്തെയും എല്ലാം ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം മനുഷ്യന്റെ ഇടപെടലാണ്. അത് ഭൂമിയിൽ, കരയിലാകട്ടെ കടലിലാകട്ടെ, എല്ലായിടത്തും മനുഷ്യന്റെ ഇടപെടലാണ്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഇടപെടണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനിറങ്ങാൻ പോകുന്ന സ്വഹാബത്തിനോട് പറഞ്ഞ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതല്ലേ, പച്ചപ്പുകളെ നശിപ്പിച്ചു കളയാൻ പാടില്ല, ഫലവൃക്ഷങ്ങളെ നശിപ്പിച്ചു കളയാൻ പാടില്ല, ഫലവൃക്ഷങ്ങൾ മുറിച്ചു കളയാൻ പാടില്ല, ഫലവൃക്ഷങ്ങളിൽ